ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് കൃഷ്ണാവതാരം എന്നാണ് സജ്ജനങ്ങൾ പറയണത്. എന്താ അതിന് കാരണം? എല്ലാ അവതാരങ്ങളും യാതൊരു ഭഗവാനാണോ എടുത്തത്? അതൊക്കെ അംശാവതാരം, അംശാംശാവതാരം, കലാവതാരം, ആവേശാവതാരം, ഇങ്ങനെ പല തരത്തിലും പേര് പറയും. അങ്ങനെ യാതൊരു ഭഗവാനാണോ ആ വക അവതാരങ്ങളൊക്കെ എടുത്തത്? ആ ഭഗവാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കൃഷ്ണാവതാരം. അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ മാഹാത്മ്യം. ഭാഗവതം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു. അവതാരങ്ങളെ പറ്റിയിട്ടൊക്കെ ശ്രീശുക ബ്രഹ്മഋഷി പറയുമ്പോൾ പറയും, ദേ മഹാരാജാവേ, ഇതുപോലെയല്ല കേട്ടോ കൃഷ്ണാവതാരം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയും. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ ഗോകുല നീലചന്ദ്രൻ. ആ ഭഗവാൻ ഗോലോകത്തിലെ ശ്യാമസുന്ദരൻ ആണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള മനോമോഹനമായിട്ടുള്ള ലീലകള് അത് സജ്ജനങ്ങൾക്ക് എത്ര കേട്ടാലും മതിയാവണതല്ല. പ്രത്യേകിച്ചും കൃഷ്ണാവതാര ലീലകളെല്ലാം തന്നെ അതിൽ വെച്ചിട്ട് വൃന്ദാവന ലീലകള്. അതാണ് വയം യശോദാ ശിശുബാലലീല കഥാസുധാ സിന്ധുഷു ലീലയാമ എന്നാണ് വില്വങ്ങലം സ്വാമിയാർ പറയണത്. എന്താ അത്? അതെ, ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല എന്നാണ്. എങ്ങോട്ടില്ലാന്ന്? മധുരക്കില്ലാന്ന്. വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകൾ കണ്ടും കേട്ടും എന്ന് പറഞ്ഞാൽ പോരാ, കഥാസുധാ സിന്ധുഷു ലീലയാമ. അല്ലേ, നല്ലോണം നീന്താൻ അറിയണ കുട്ടികളെ വൈകുന്നേരം കുളിക്കാൻ പോയാല് അവര് വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറില്ല. പിന്നെ അച്ഛനമ്മമാര് സന്ധ്യയായ വടിയെടുത്ത് ചെല്ലണം. പണ്ടത്തെ കഥയാണേ, ഇപ്പൊ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ പണ്ടൊക്കെ അങ്ങനെയാണ്. അച്ഛനമ്മമാര് വടിയെടുത്ത് സന്ധ്യയായിട്ടും വെള്ളത്തിൽ നിന്ന് കയറിയിട്ടില്ല അല്ലേ എന്നും പറഞ്ഞ അവര് വരണം. ആ കുട്ടികൾ വെള്ളത്തിൽ നിന്ന് കയറണമെങ്കിൽ അത്ര ആനന്ദ. സാധാരണ വെള്ളത്തില് നീന്തും തുടിക്കുകയൊക്കെ ചെയ്യുമ്പോ ഇത് സജ്ജനങ്ങൾ എവിടെയാ നീന്തി തുടിക്കണത്? അതാണ് കഥാസുധാ സിന്ധുഷു ലീലയാമ എന്നാണ്. സുധാസമുദ്രം, തേൻകടല്. അപ്പൊ അത്ര മാധുര്യമായിട്ടുള്ള ഭഗവാന്റെ കഥകളാകുന്ന ആ സമുദ്രത്തില് ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും കളിക്കണ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി എങ്ങടാ ഇവിടുന്ന് പോവാൻ പറ്റുക? വയം യശോദാ ശിശു ബാലലീല കഥാസുധാ സിന്ധുഷു ലീലയാമ. വില്വങ്ങല സ്വാമിയാര് അങ്ങനെയുള്ള കഥകളാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകൾ കേട്ട് ഭട്ടതിരിപ്പാട് ആദ്യമേ പറഞ്ഞു. ഇപ്പൊ ഗോപികളെ ഏറ്റവും അധികം ഉയർത്തി ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നമ്മൾ കേട്ടു. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹിമാം. ബ്രഹ്മശങ്കരാദി ദേവന്മാര് കൂടിയിട്ട് നേരം വെളിച്ചായ എന്താ ആദ്യം ചെയ്യണത്? വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ. അവരൊന്ന് വീണ് നമസ്കരിക്കൂത്രേ. ആരെയാ? ഗോപസ്ത്രീകളെ. നമ്മളെ സംശയിക്കും, ഭഗവാനെയാണോ വീണ് നമസ്കരിക്കണത്? അല്ല എന്നാണ്. ഗോപസ്ത്രീകളെ അത്രേ അവര് വീണ് നമസ്കരിക്കണത്. അത് ഓരോ കഥകള് ഭാഗവത്തിൽ കേൾക്കുമ്പോഴും ആ ഗോപസ്ത്രീകളുടെ ആ പ്രാധാന്യം, അവര് ഭഗവന്മയികളായി തീർന്നു എന്നാണ്. ഇപ്പൊ ഗോപസ്ത്രീകളൊന്നും വേറെ ഇല്ല. അവര് ഭഗവാനില് ലയിച്ചു കഴിഞ്ഞു. അതിൻ്റെ ആ ഇതാണ് നമ്മൾ കേട്ടത്. യശോദോട് പറയണു എന്ന് പറഞ്ഞില്ലേ? അവര് തമ്മിൽ യുഗളഗീതം എന്നാണ് അതിന് പേരിട്ടിരിക്കണത്. രണ്ടുപേര് കൂടിയാല് നമ്മൾ ഒരു ലേശം ഒന്ന് നമ്മളെയും ആ ഗോപസ്ത്രീകളെയും കൂടി ഒന്ന് ഉപമിച്ചു നോക്കൂ. നമ്മൾ രണ്ടുപേരും കൂടിയാൽ നമുക്ക് എന്താ പറയാണ്ടാവുക? എത്രണ്ടൊക്കെ
ശ്രീ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ സാധിക്കാറുണ്ട്. ഗോപസ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് ഭഗവാൻ തന്മനസ്കാസ്തദാലാപ തദ്വിജേഷ്ട അങ്ങനെയായി തീർന്നു അവര്. ഭഗവാൻ അവരുടെ കണ്ണില് ഭഗവാൻ, അവരുടെ ചെവിയില് ഭഗവാന്റെ വേണുഗാനം, അവരുടെ നാവില് ഭഗവാന്റെ കഥകള്, അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ അവർക്ക് വേറെ ഒന്നില്ല എന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. വിക്രേതു കാമാകില ഗോപനാരി മുകുന്ദ പാദാർപ്പിത ചിത്തവൃത്തി മുരാരി പാദാർപ്പിത ചിത്തവൃത്തി ദധ്യാധികം മോഹവശാദവോച്ചൽ ഗോവിന്ദ ദാമോദര മാധവേദി. അവര് പാവം ഇപ്പോഴും നമുക്ക് വൃന്ദാവനത്തിൽ പോയാൽ നമുക്കത് തോന്നും. അവർക്ക് സാമ്പത്തികം വളരെ മോശം, വൃന്ദാവനത്തിലുള്ള ആ ഗോപ സ്ത്രീകൾക്ക് അവിടെ താമസിക്കുന്നവർക്ക്. പക്ഷെ അവരുടെ ഒരവസ്ഥ എന്താ? അന്നും അവര് വൈകുന്നേരമായ ആ പാല് വെണ്ണ ഇതൊക്കെ വിറ്റിട്ട് കിട്ടണ കാശ് കൊണ്ട് വേണം അവർക്ക് അരി മേടിക്കാൻ. ഇപ്പൊ നമ്മള് പഴക്കച്ചവടക്കാരിയുടെ കഥ കേട്ടില്ലേ? ആ പഴം വിറ്റ് അതിന്ന് കിട്ടിയ കാശ് കൊണ്ട് വേണം ആ സ്ത്രീക്ക് പോയിട്ട് അരി മേടിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിന്റെ അത്ഭുതം കേട്ടില്ലേ? ഇവിടെ എന്താ പറയണ്ട? ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ആ പ്രേമഭാവം. അവര് പാല് വേണോ അമ്മ, പാല് വേണോ, വെണ്ണ വേണോ, നാഴിക്ക് 5 ഉറുപ്പിക എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്ന് ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു പീലി കാണും, അല്ലെങ്കിൽ ഒരു കുയിലിൻ്റെ ഒരു ശബ്ദം കേൾക്കേ, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സങ്ങോട്ട് പോവും. പക്ഷെ അവരുടെ മനസ്സ് എങ്ങടാ പോണത്? നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങടാ പോണേ? അത് പറയാണ്ടിരിക്കുക ഭേദം. നേരെ മറിച്ച് ഗോപസ്ത്രീകളുടെ മനസ്സ് എങ്ങടാ പോണത്? ദധ്യാധികം മോഹവശാദവോച്ചൽ. അവരുടെ മനസ്സ് എപ്പോഴും ഭഗവാനിലായതുകൊണ്ട് പാല് വേണോ അമ്മ, വെണ്ണ വേണോ അമ്മ എന്ന് ചോദിക്കണ സ്ഥാനത്ത് അവര് ഗോവിന്ദനെ വേണോ അമ്മ, ഗോപാലിനെ വേണോ അമ്മ. മറ്റേത് സ്വാഭാവികമായിട്ട് വരും, നാഴിക്ക് 5 ഉറുപ്പിക. നന്നായില്ലേ? അപ്പൊ അത്രമാത്രം അവര് ഭഗവാനിലായി കഴിഞ്ഞു. അതുതന്നെയാണ് പകല്. രാത്രിയുള്ളൂ അവർക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പകലൊക്കെ അവര് ഇതേമാതിരി ഒപ്പം ആരെ കണ്ടാലും ഭഗവാന്റെ വേണുഗാനത്തിന്റെ മാഹാത്മ്യം. എന്താന്ന് കൃഷ്ണൻ വരാൻ വൈകണത്? വെറുതെ അല്ല, ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ടാവില്ല. അവര് സംസാരിക്കുകയാണ്. വയസ്സന്മാരുടെ ഒക്കെ വേഷത്തില് ബ്രഹ്മാദി ദേവന്മാര് വന്ന് മുമ്പിൽ വീണ് നമസ്കരിക്കുക. അപ്പൊ അവരെ തട്ടി തടഞ്ഞ് നടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കൃഷ്ണനെ ഇങ്ങോട്ട് കാണാത്തത്, അതുകൊണ്ടാണ് വൈകണത് എന്നൊക്കെ ഇങ്ങനെ പല തരത്തിലുമാണ് അവരുടെ. കുന്ദദാമകൃത കൗതുകവേഷോ ഗോപഗോധനവൃതോ യമുനായം നന്ദസൂനുരനഖേതവത്സോ നർമ്മദ പ്രണയിനാം വിജഹാര. ആ കളികളിൽ ലയിച്ച് അവരിടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോയി കാണുന്നതാണ് ഭഗവാന്റെ കളികള്. അതിനെ പറ്റിയിട്ടൊക്കെ ഓർമ്മിച്ച് അവര് തമ്മില് സംസാരിച്ചു കൊണ്ടിരിക്കണു. ആ സമയത്താണ് അങ്ങനെ വൃന്ദാവനത്തിലെ ആ ദിവസങ്ങള് അതിമനോഹരായിട്ട് പോയി കൊണ്ടിരിക്കുമ്പോഴാണ് കേശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ ഭഗവാന്റെ നേർക്ക് ഒരു കുതിരയുടെ രൂപത്തിൽ വന്നു എന്നാണ്. ഭഗവാനൻ ഒരാളെ കുട്ടികളെ എപ്പോഴും കളിപ്പാട്ടങ്ങൾ ഒന്നുപോലെ ഒന്ന് വാങ്ങാറില്ല. അതേമാതിരിയാണ് ഭഗവാന്റെ കളിപ്പാട്ടങ്ങളാണ് ഈ കംസഭൃത്യന്മാരായിട്ടുള്ള അസുരന്മാരൊക്കെ. അതുകൊണ്ട് എന്തായി? ഒരാളെ കൊന്ന പോലെ എന്ന് പറയണമെങ്കിൽ പറയാം, ഒരാൾക്ക് മോക്ഷം കൊടുത്ത പോലെ എന്ന് പറയാം. വേറൊരാൾക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തിട്ടില്ല. എങ്ങനെയാ കേശിക്ക് മോക്ഷം കൊടുത്തത്? ആ കുതിരയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഗോകുലം മുഴുവൻ പേടിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർക്ക് പേടിച്ചാലും സന്തോഷമായാലും ഓരോരുത്തരുടെ ആ ഭാഗ്യാണ്. എങ്ങനെയാ ഭഗവാൻ അവരെയൊക്കെ അനുഗ്രഹിച്ചിരിക്കണത്? യശോദമ്മ കുട്ടിക്കാലത്ത് തന്നെ എടുത്ത് മടിയിൽ വെച്ചിരിക്കണ സമയത്ത് വേറെ ഒന്നും ഓർമ്മ വരില്ല. അപ്പോഴേ ലയിച്ചു കഴിഞ്ഞിരിക്കണു. നിപായയന്തി സ്തനമംഗം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദ കഥമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ. ഗദാന്മാം ഭട്ടതിരിപ്പാടിന് എന്നെ കൊതിയായി. അതുപോലെ ഒന്ന് എന്നെ അനുഗ്രഹിക്കാൻ പറ്റുമോ ഗുരുവായൂരപ്പ എന്ന് ചോദിച്ചു. നിപായയന്തി സ്തനമംഗം ത്വാം
ആ ചെറിയ ഉണ്ണികൃഷ്ണൻ അങ്ങോട്ട് വിചാരിച്ചാലുണ്ടല്ലോ, ഇനിയിപ്പോ മധുരം അങ്ങോട്ട് പോണ വിഷയം അങ്ങോട്ട് പറയാൻ എങ്ങനെയാ നിശ്ചല, മറ്റേതൊന്ന് കണ്ടിട്ടാവാം എന്ന് വിചാരിച്ചിട്ട് അത്രേ ഉള്ളൂ. ആ ഉണ്ണികൃഷ്ണനെ മടിയിലിരുത്തി ഇങ്ങനെ പാല് കൊടുത്ത് ലാളിക്കണ സമയത്ത് ആ പാല് കുടിച്ചുകൊണ്ട് അമ്മമാരുടെ മുഖത്തേക്ക് നോക്കി കുട്ടികൾ ഇങ്ങനെ ചിരിക്കും. ആ ചിരി കണ്ടുകൊണ്ട്, ആ നോട്ടത്തിന്റെ ഭംഗി, അതിൻ്റെ ഇടയിൽ ആ പാല് കുടിച്ചുകൊണ്ട് അമ്മ എങ്ങനെ കാണുമ്പോ വലുതായി വലുതായി വരുമ്പോ ഒരു ചിരി ഉണ്ട് അവർക്ക്, ഒരു പ്രത്യേക ചിരിയാ കുട്ടികൾക്ക്. അത് ഭഗവാന്റെ ആണെങ്കിലോ അത്യന്ത ബാലമതസീ കുസുമ പ്രകാശം, എന്തൊരു സൗന്ദര്യ ഭഗവാന്. അങ്ങനെയുള്ള ആ ഉണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യശോദമ്മ ഒക്കെ മറക്കും. ഗോപസ്ത്രീകളുടെ ഗോപസ്ത്രീകളെ എങ്ങനെയാ അനുഗ്രഹിച്ചത്? അവരുടെയൊക്കെ പാല് കെട്ടിട്ടും വെണ്ണ കെട്ടിട്ടും നമ്മൾ കേട്ടില്ലേ, പാത്രം തച്ചൊടച്ചിട്ടും അവരാവും പാടും നോക്കിയിട്ടുണ്ട് ഭഗവാനെ ഒന്ന് പിടിക്കാൻ, കിട്ടിയിട്ടില്ല എന്നാണ്. പിടിച്ച യശോദയുടെ മുമ്പിൽ ഇന്നെ കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്, വികൃതികളാണ് കാണിച്ചത് എന്ന് പറഞ്ഞൊന്ന് പിടിച്ച് കൊണ്ടുകൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, കിട്ടിയില്ല എന്നാണ്. അവരെന്താ വിചാരിച്ചത്? എന്തേ അവര് വന്ന് പറഞ്ഞത്? ഞങ്ങളുടെ പാല് കെട്ടു വെണ്ണ കെട്ടു എന്നാ അവര് പറഞ്ഞത്. ഭട്ടതിരിപ്പാട് പറയാണ്, അതാണ് കള്ളന്റെ ലക്ഷണം. ശരിക്കെന്താ കട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കുക, അത്ര മിടുക്കനായിട്ടുള്ള കള്ളനാണ് ഭഗവാൻ. ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധോ ന്യഥാസ്ത്വം, അവരുടെ ഹൃദയ കട്ടെടുത്തിരിക്കണ എന്ന് നമ്മളൊക്കെ കഥ കേട്ടിട്ട് എന്താ വിചാരിച്ചത്? വേണുഗാനം കേട്ടിട്ട് എന്നൊക്കെ ആ ഭഗവാന്റെ സൗന്ദര്യമൊക്കെ കണ്ടപ്പോഴാണ് ഗോപസ്ത്രീകൾക്ക് മോഹമായിട്ട് കാത്യായനി ഭജനം തുടങ്ങിയത്. നല്ല മനഃശുദ്ധി ഇല്ലാത്തതായിട്ടുള്ള നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് അല്ല. പിന്നെയോ അന്ന് തന്നെ ആരുടെയും മനസ്സില്ല, പേഴ്സ് എല്ലാവരെയും കട്ടുപോയി. ഒരേ ഒരു സാധനമേ ഭഗവാന് വേണ്ടു, നമ്മളുടെ മനസ്സ് മാത്രം. അതാണ് ഹൃദയം അഭിമുഷിത്വ. എന്താ അവർക്ക് പ്രധാനമായിട്ടുള്ളത്? അതാ ഭഗവാൻ കട്ടെടുക്കുള്ളൂ. നമ്മൾക്കൊക്കെ ദുഃഖം വരണത് അതാണ് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. നമ്മൾ ഭഗവാനെ ഇല്ലാണ്ട് ഏതിനെ ഏറ്റവും അധികം സ്നേഹിക്കണത്? അത് പതുക്കനെ കട്ടെടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? അതോ കഷ്ടം, നിങ്ങൾ അതിനെയൊക്കെ സ്നേഹിക്കാണ്ട് എന്നെ സ്നേഹിക്കൂ ഗോപസ്ത്രീകളെ പോലെ എന്ന് പറയണം. അവസാനം അവർക്ക് അത് പറയാറായി. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുത്തത് ഭഗവാൻ. എന്നാ സാധാരണ കുട്ടികൾ വികൃതി കാണിച്ചാൽ ദേഷ്യം ഉണ്ടാവില്ലേ? ഗോപസ്ത്രീകൾക്ക് ദേഷ്യവും വന്നില്ല. എന്താ കാരണം? ഹരുഷസിന്ധൗ ന്യഥാസ്ത്വം കഥാസുധാ സിന്ധുഷു എന്ന് പറഞ്ഞ മാതിരി ആനന്ദക്കടലിലാണ് അവരുടെ ഹൃദയം എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത. ശിക്ഷ എന്നുള്ളതില്ല. പക്ഷെ അതിനെ ആനന്ദമായിട്ട് എടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മൾ കാളിയമർദ്ദനം പറയണ കേട്ടിട്ടില്ലേ? ഓരോ പാദം വെച്ച് എന്തൊരു ദുഃഖ കാളിയനപ്പ തോന്നിയത് അറിയില്ല. അത് കഴിഞ്ഞ് നാഗസ്ത്രീകള് സ്തുതിക്കണ കേട്ടു, എന്തൊരു ഭാഗ്യ കാളിയൻ ചെയ്തത് എന്ന്. പിന്നെ കാളിയനപ്പ വിചാരിക്കാണ്ടിരിക്കുക, നല്ല ഭാഗ്യ, എന്തൊരു ഘനായിരുന്നു എൻ്റെ തലയിൽ വന്ന ആ പാദം ഇങ്ങനെ വീഴണ സമയത്ത്. പക്ഷേ ഭഗവാൻ എന്താ പറഞ്ഞത്? ഇനി ഗരുഡന്റെ ശല്യം നിനക്കുണ്ടാവില്ല, ഞാൻ പാദമുദ്ര വെച്ച് കഴിഞ്ഞിരിക്കണം നിന്റെ ശിരസില്. അപ്പോഴാ ഗരുഡൻ കാളിയൻ തന്നെ വിചാരിച്ചത്, അപ്പൊ എന്നെ അനുഗ്രഹിക്കുകയായിരുന്നു. ഇതാണ് ഭഗവാന്റെ ആ അനുഗ്രഹത്തിന്റെ വിശേഷം. അങ്ങനെ ഗോപസ്ത്രീകൾക്ക്, ഗോപന്മാർക്കോ സാകം വിജഹൃകൃത പുണ്യ പുഞ്ചാഹ, ഇങ്ങനെ കഴുത്തിൽ കൂടി കൈയിട്ട് ഇഷ്ടം പോലെ കളിക്കാൻ, പല തരത്തിലുള്ള ബാലലീലകൾ ചെയ്യാൻ ആർക്കാ സാധിച്ചിരിക്കുന്നത്? ഇവര് തന്നെയാണ് പുണ്യം ഇങ്ങോട്ട് ജനിച്ചു വന്നവര് എന്ന് പറയേണ്ടി വന്നു ശ്രീ സുഖബ്രഹ്മർഷിക്ക്, അല്ലെ? ഗോപന്മാരെ അങ്ങനെ അനുഗ്രഹിച്ചു, ഗോപസ്ത്രീകളെ എങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? അങ്കനാമങ്കനാമന്തരാ മാധവം 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 ചാന്തരേണങ്കന ഇത്തമാ കൽപ്പിതേ മണ്ഡലേ മധ്യഗ സഞ്ജഗൗ വേണുന ദേവകീ നന്ദന. ഒരു കൃഷ്ണൻ, എത്ര ഗോപിയുണ്ടോ അവർക്കൊക്കെ ഓരോ കൃഷ്ണനെ കൊടുത്തു. പതിമേ കുരു എന്ന് പറഞ്ഞതുകൊണ്ട്
വില്ലുങ്ങല സ്വാമിയാരുടെയാണ് ഈ ശ്ലോകം. സജ്ജനങ്ങൾ പറയണ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഓരോ കൃഷ്ണനെ കൊടുത്ത് നടുക്കും ഒരു കൃഷ്ണൻ നിന്നു അത്രേ. എന്താ കാരണം? വില്ലുങ്ങല സ്വാമിയാര് നമുക്കൊക്കെ ഒരു ആശ്വാസം തരികയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് ഗോപസ്ത്രീകളെ പോലെ ആയാല് നമ്മളും ഓടിച്ചെല്ലില്ലേ? ഗോപസ്ത്രീകളെ പോലെ ചെല്ലില്ലേ? അപ്പോ കൃഷ്ണനില്ലാണ്ടയാവരുത് എന്ന് വിചാരിച്ച് മുൻകൂട്ടി ഭഗവാൻ കരുതിയിരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ നോക്കൂ ഭഗവാന്റെ കാരുണ്യം എങ്ങനെയാ. നമ്മൾ അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ, അതാണ് മനോവാചാമഗോചരം എന്ന് പറയണത്. പറയാൻ പറ്റില്ല എന്ന് പറയണത് അതുകൊണ്ടാണ്. ഇവിടെ ദാ അക്രൂരനെ അനുഗ്രഹിച്ച ഒരു കഥ പറയണു. അക്രൂരോപിച്ചതാം രാത്രി കേശിയെ, വ്യോമനെ മുതലായ അവരെയൊക്കെ നിഗ്രഹിച്ച് ഗോപന്മാരെ ഗുഹയിലിട്ട് അടയ്ക്കുക. അതാണ് വ്യോമന്റെ പണി ഉണ്ടായത്. അയാളെ അതുപോലെ ശ്വാസം മുട്ടിച്ച് അങ്ങോട്ട് കൊന്നു. എന്നിട്ട് അപ്പോഴേക്ക് നാരദൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അക്രൂരൻ വരും, അവിടുന്ന് പിന്നെ മധുരയിലേക്ക് വരണം, അവിടെ ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് ഇനിയിപ്പൊ ഭഗവാന്റെ എല്ലാ ലീലകളും, രാജസൂയം, ഭാരതയുദ്ധം, അങ്ങനല്ലേ ഭഗവാന്റെ വിവാഹങ്ങള്, എല്ലാ ലീലകളും പറഞ്ഞ് സ്തുതിച്ച് കാക്കൽ വീണ് നമസ്കരിച്ച് ഭഗവാന്റെ അനുവാദത്തോടുകൂടി നാരദൻ പോയപ്പോ ഭഗവാൻ ഇനി അക്രൂരനെ കാത്തിരിക്കേ. അപ്പോഴാണ് ഇവിടെയോ കംസൻ അക്രൂരനെ വിളിച്ചു പറഞ്ഞു, അക്രൂരൻ അങ്ങ് പോയിട്ട് നാരദൻ നല്ല സ്ക്രൂവായിട്ടാ കൊടുത്തിരിക്കണത് കംസന്. എങ്ങനെയാ ഭഗവാനെ കിട്ടുക? ഭഗവാന്റെ അടുത്തേക്ക് ഇപ്പൊ എത്ര ആളെ പറഞ്ഞയച്ചു? അവരാരെങ്കിലും തിരിച്ചു വന്നുവോ? തിരിച്ചു വരില്ല. ഇതിപ്പോ ഭഗവാനെയാണ് കൊണ്ടുവരേണ്ടത്. രാമകൃഷ്ണന്മാരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തനെ തന്നെ പറഞ്ഞയക്കണം. അതിന് പാകമുള്ളത് അക്രൂരനാണ്. അക്രൂരൻ അങ്ങ് വിചാരിക്കണ പോലെയല്ല, പരമഭക്തനാ. അപ്പൊ നാളെ ഏകാദശിയല്ലേ, ദ്വാദശി ദിവസമാണ് അക്രൂരൻ ഭഗവാനെ കാണാൻ പോയത് എന്നാ പറയാറുള്ളത്. ഏകാദശി ഉപവാസം. അപ്പൊ ദ്വാദശി ആയിട്ട് നേരത്തെ പുറപ്പെട്ടു എന്നാണ്. അക്രൂരനോട് പറഞ്ഞു ഭഗവാനെ കൂട്ടിക്കൊണ്ടിരണം. എന്തിനു വേണ്ടിയിട്ട്? കുവലയാപീഠം, ചാണൂരമുഷ്ടികന്മാര്, ഇതല്ലെങ്കിൽ ഞാനുണ്ട്. കഥ കഴിക്കണം 2 കുട്ടികളുടെയും, പിന്നെ വേണം വസുദേവരുടെയും നന്ദഗോപരുടെയും ഉഗ്രസേനന്റെയും ഒക്കെ കഥ തീർക്കാൻ എന്നാണ് കംസന്റെ കണക്ക് കൂട്ടല്. ഏതായാലും അക്രൂരൻ പറഞ്ഞു. ഇതൊക്കെ അങ്ങനെ കേട്ടപ്പോൾ തന്നെ അക്രൂരന് കാര്യം അറിയാം. നമ്മളോരോന്ന് വിചാരിക്കും, എന്ത് നടക്കണമെന്ന് ഈശ്വരൻ വേണം വിചാരിക്കാൻ, തീർച്ചപ്പെടുത്താൻ. ഏതായാലും അവിടുന്ന് പറഞ്ഞത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അക്രൂരോപിച്ചതാം രാത്രി. അക്രൂരൻ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നാണ് അത്ഭുതം. നമുക്ക് അങ്ങനെയാണല്ലോ, ക്ഷേമമായിട്ട് നമ്മൾ മോഹിച്ച ഒരു കാര്യം സാധിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെയൊക്കെ ആയിരിക്കും നമ്മളുടെ അനുഭവങ്ങള്, അങ്ങനെ പോവും നമ്മളുടെ ചിന്തകള്. അതുപോലെ അതുകൊണ്ട് നേർത്തി എണീട്ട് കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് ഒന്നും കഴിക്കണ്ട, പാരണ നമ്മൾ പറയാറില്ലേ, ഇന്ന് ദ്വാദശിയാണ്, തൊഴുത് തീർത്ഥം സേവിച്ചിട്ടേ ഞാൻ കഴിക്കണുള്ളൂ, ചായ കുടിക്കണുള്ളൂ എന്നൊക്കെ പറയാറില്ലേ. ഇതേമാതിരി രാവിലെ പുറപ്പെട്ടതാണ് അക്രൂരൻ. തേരിലൊക്കെ ആവുമ്പോ 1/2 മണിക്കൂർ തന്നെ വേണ്ട വൃന്ദാവനത്തിൽ എത്താൻ, അത്രേ നേരം വേണ്ടു. പക്ഷേ നേരം വൈകുന്നേരമായി അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിയപ്പോ എന്നാണ് പറയണത്. എന്താ കാരണം? കുതിരകളുടെ കടിഞ്ഞാണ് പിടിക്കാൻ മറന്നു. തേരിൽ കയറി അങ്ങോട്ട് ഇരുന്നപ്പോഴേക്ക് കംസന്റെ തേരിലല്ല കയറിയിരുന്നത് അക്രൂരൻ, തൻ്റെ മനോരഥത്തിലാ കയറിയിരുന്നത്. അതുകൊണ്ട് എന്തായി? സുഖമായിട്ട് ഇരുന്നു, അതേ ഉണ്ടായുള്ളൂ. അപ്പൊ നേരം പോയി. എന്താ അക്രൂരൻ വിചാരിക്കണത്? എന്തേ കുതിരകളെ തെളിക്കാൻ മറക്കാൻ കാരണം? അതാണ് ആ രാവിലെ തന്നെ അതിൽ കയറിയിരുന്നപ്പോ ഞാൻ ഭഗവാനെ കാണാൻ പോണു. കിം മയാചരിതം ഭദ്രം കിം തപ്തം പരമം തപ കിം വാധാപ്യർഹതേ ദത്തം ദ്രക്ഷ്യാമ്യദ്യ കേശവം കശ്ച ഈശ്ച അവനെ സ കേശവ എന്നാണ്. ആരാണോ ഈ ലോകങ്ങളെയൊക്കെ ഭരിക്കണത് ആ ആളാണ് കേശവൻ എന്ന് പറഞ്ഞാല്. കേശിയെ കൊന്നാള് കേശവനാട്ടോ, അത് വേറെ. അതാണ് സംസ്കൃതത്തിന് ഒരു വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളാ.
സന്ദർഭോചിതം അങ്ങോട്ട് ചേർക്കാം. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെയാണല്ലോ ഞാൻ കാണാൻ പോണത് എന്നങ്ങോട്ട് വിചാരിച്ചപ്പോ അക്രൂരനൊക്കെ അങ്ങോട്ട് മറന്നു. ഞാൻ എന്ത് മംഗളകാര്യ ചെയ്തിരിക്കണത്, ഞാൻ പണ്ടെങ്ങാണ്ട് ദിവസം ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ജന്മത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അതേമാതിരി വലിയ വലിയ ദാനങ്ങള്, അങ്ങനെ എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്താലാണ് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. മമൈതൽ ദുർലഭം മന്യേ ഉത്തമ ശ്ലോക ദർശനം എന്നാണ്. എപ്പോഴാ നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള അവസരങ്ങൾ കിട്ടുക? ഭഗവാനെ മോഹിക്കണ സമയത്ത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മനസ്സ് വിഷയസുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കണ സമയത്ത് ധനം, ധാന്യം, ഇല്ലേ, സ്ത്രീ, പുത്രാദികള്, അങ്ങനെയുള്ളതിൻ്റെ പിന്നാലെ, അങ്ങനെയുള്ളതിന് ആ വക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പകലൊക്കെ ഓടി നടക്കുക. രാത്രി കിടന്നാലോ ആ വക സുഖങ്ങളെ കുറിച്ച് രാത്രിയും. അപ്പൊ അങ്ങനെ സമയം കഴിക്കണവർക്ക് എങ്ങനെയാ ഭഗവാന്റെ നാമം ചോദിക്കാൻ? അങ്ങനെയുള്ളവർക്ക് കിടക്കുമ്പോ 10 നാമം ചോദിക്കാൻ തോന്നും? ഇല്ല. അപ്പോ അതും അങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയുള്ള എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? മൈവമ്മമാധമസ്യാപി സ്യാദേവാച്യുത ദർശനം. അല്ല, അതാണ് അതിലങ്ങോട്ട് കയറി ഇരുന്നിട്ട് നമ്മളും മനസ്സുകൊണ്ട് പലതരം മനോരഥങ്ങളും ചെയ്യാറുണ്ട്. ഇങ്ങനെ പോവാറുണ്ടോ? ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചും കൊണ്ടുള്ള ചിന്തകള്. അതാണ് അക്രൂരന്റെ പ്രത്യേകത. അക്രൂരൻ പരമഭക്തനാണ് എന്ന് പറയാൻ കാരണം അതാണ്. നദിയില് ഒലിച്ചു പോണ സാധനങ്ങള് ഒഴുക്കിന്റെ ശക്തി കൊണ്ട് ഇടയ്ക്ക് കരയ്ക്കണം ഈ ജന്തുക്കളൊക്കെ. അപ്പൊ അവർക്ക് കയറിപ്പോവാൻ പറ്റും. ഇതുപോലെ ഞാൻ അത്ര വലിയ പുണ്യവാനൊന്നും അല്ലെങ്കിലും ഭഗവാന്റെ കാരുണ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോ മമാദ്യാമംഗളം നഷ്ടം, എൻ്റെ സകല അമംഗളങ്ങളും ഇല്ലാണ്ടായി, എൻ്റെ ജന്മം സഫലായി. എന്നമസ്യേ ഭഗവതോ യോഗിധ്യേയാഘ്രി പങ്കജം. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ഭഗവാനെ നമസ്കരിക്കാൻ പോണു. എങ്ങനെയുള്ളതാ പാദമൂലം? ഇപ്പൊ അക്രൂരന്റെ മനസ്സ് ആ ഭഗവാന്റെ 4 പുറവും മാത്രമാണ് പറന്ന് നടക്കണത്. അക്രൂരം വിചാരിക്കണം എങ്ങനെയുള്ളതാ പാദങ്ങള്? യോഗിധ്യേയാഘ്രി പങ്കജം. യോഗികള് മനസ്സില് എത്ര എത്ര കഠിനമായ സാധനകൾ ചെയ്ത് മനസ്സ് ശുദ്ധാക്കിയിട്ടുള്ള ആ മനസ്സില് ധ്യാനിക്കണു ഭഗവാന്റെ പാദങ്ങൾ. അത്രേ ഉള്ളൂ, നേരിട്ട് കാണാൻ പറ്റണില്ല. അങ്ങനെയുള്ള ആ പാദങ്ങളല്ലേ ഞാൻ കാണാൻ പോണത് എന്ന്. അതാണ് പുണ്യം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. ഭഗവാന്റെ നാമം ജപിക്കുകയെ ഒക്കെ ചെയ്യുമ്പോഴല്ല പുണ്യം ഉണ്ടാവണത്. പുണ്യം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഭഗവാന്റെ ആ പാദം സ്മരിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. കംസോപദാദ്യാകൃതമേത്യനുഗ്രഹം. നല്ല രസാട്ടോ അക്രൂരന്റെ ആലോചന. അക്രൂരൻ പറയാണ്, എന്തൊരത്ഭുത, ഇത്ര കാലം ഞാൻ ഞാൻ എന്നോ മോഹിച്ചു തുടങ്ങിയതാ ഭഗവാനെ വൃന്ദാവനത്തിൽ ഒന്ന് വന്ന് കാണാൻ, ഓരോ കഥകൾ കേൾക്കുമ്പോഴും. പക്ഷെ എനിക്ക് ഭയമായിരുന്നു. കംസൻ എങ്ങനെ അറിഞ്ഞാൽ കേമായി. നമ്മൾ പതിവില്ലേ, രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ കുറിയൊക്കെ മായ്ച്ച് അങ്ങനെ രസമായിട്ട് പോവും. വൈകുന്നേരമായ ഭസ്മൊക്കെ കുറിയിട്ട് ഭക്തനാവുക. ഇത് അക്രൂരന്റെ ഒരു പരിപാടിയായിരുന്നു എന്ന് പറയാറുണ്ട് സജ്ജനങ്ങള്. കാരണം കംസന്റെ അടുത്തേക്കാ പോണത്. അപ്പൊ നാമം ജപിക്കുന്നുണ്ട്, ഭക്തനാണ്. അതൊന്നും പുറത്ത് ആ വക മുദ്രകളൊന്നും പുറത്തേക്ക് അറിയേയില്ല. അങ്ങനെ ഞാൻ പേടിച്ച അക്രൂരനല്ലേ കംസനല്ലേ ഇപ്പൊ എന്നെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കണത്. എന്തൊരത്ഭുത അത്! കംസൻ തന്നെ എന്നെ അനുഗ്രഹിച്ചിരിക്കണു. യക്ഷ്യംഘ്രി പത്മം പ്രഹിതാമുനാഹരേ കൃതാവതാരസ്യ ദുരത്യയം തമ പൂർവേതരൻ എന്ന ഖമണ്ഡലത്വിഷ. എന്തോരത്ഭുതാണത്! എത്ര ആൾക്കാരുണ്ട് കംസന് പറഞ്ഞയക്കാൻ വൃന്ദാവനത്തിലേക്ക്. എന്തിനാ എന്നെ തന്നെ പറഞ്ഞയച്ചത്? അപ്പൊ എനിക്കാണ് പുണ്യം. ഭഗവാൻ എൻ്റെ പേരിൽ പ്രസാദിച്ചിരിക്കണു. എനിക്ക് ഭാഗ്യമുണ്ട്. വലിയ വലിയ യോഗികള് ആ നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ എന്ന് പറയില്ലേ, ആ പാദങ്ങളുടെ ആ ശോഭയൊന്ന് ധ്യാനിച്ചിരിക്കുമ്പോഴേക്ക് അവര് കാലങ്ങൾ പോണത് അറിയണില്ല. അത്ര മനോഹരമായിട്ടുള്ള ആ പാദം. ഏതർച്ചിതം ബ്രഹ്മഭവാദിഭി. എങ്ങനെയുള്ളതാ പാദം? ബ്രഹ്മാവ്, മഹാദേവൻ മുതലായവരൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കണു ഇല്ലേ. ഗംഗ ശിരസ്സിൽ ധരിച്ചപ്പോഴാണ് ശിവ ശിവോഭൂൽ എന്ന് പറയാറുണ്ട്. ഭഗവാന്റെ പാദം കഴുകി എന്നുള്ള ഒരു
കഴുകിയ തീർത്ഥം എന്നുള്ള നിലയ്ക്കാണ് ഗംഗയുടെ മാഹാത്മ്യം. അപ്പോ അങ്ങനെയൊക്കെ മാഹാത്മ്യമുള്ളതായിട്ടുള്ള ആ പാദം അതല്ലേ ഞാൻ കാണാൻ പോണത്. ക്രിയാച്ച ശ്രീയാച്ച ദേവ്യാ മുനിഭിസ്സാത്വതൈ, എല്ലാവരും അതെ, മഹാലക്ഷ്മിയാണെങ്കിലും മഹർഷിമാരാണെങ്കിലും സജ്ജനങ്ങളൊക്കെ എന്തൊരത്ഭുത. ഗോചാരണായാനുചരൈശ്ചരദ്വനെ, ആ പാദാണ് ഒരു ചെരുപ്പും കൂടി ഇടാണ്ട് പശുക്കളുടെ പിന്നാലെ കാട്ടിൽ കൂടി സഞ്ചരിച്ചും കൊണ്ടിരിക്കണത്. അങ്ങനെയുള്ള ആ പാദം. യത് ഗോപികാനം കുചകുങ്കുമങ്കിതം, ഗോപസ്ത്രീകൾ വല്ലാണ്ട് ഭഗവാനെ കാണാണ്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങിയാൽ അപ്പൊ എന്ത് ചെയ്യും? അവർക്കൊരനുഭവമാണ്. ഭഗവാൻ ആ പാദം ആ ഹൃദയത്തില് അങ്ങനെ വെച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയാണത്രേ ഭഗവാന്റെ പാദത്തിന് ഇത്ര ചുമപ്പ് നിറം വന്നത് എന്നാണ് സജ്ജനങ്ങൾ പറയണത്. എന്താണ്? അവര് മാറത്ത് കുങ്കുമം തൊട്ടുണ്ടാവും. അപ്പൊ ഈ പാദം ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പാട്ടോ. നമ്മൾ വിചാരിക്കണ മാതിരി പോവരുത്. നമ്മളുടെ മനസ്സിന്റെ ആ വഴിയല്ല ഭഗവാന്റെ കഥകൾക്ക്. ആരെവിടെ എവിടെ ഇരുന്ന് ധ്യാനിക്കണം, ഇത് ഏതോ ഒരു ഗോപിയുടെ മാത്രം അവസ്ഥയല്ല. എവിടെയൊക്കെ ഇരുന്നിട്ട് ഭഗവാനെ വിളിക്കണു, അവർക്ക് ആ അനുഭവം ഉണ്ടാവും. ഇന്നും എത്രയോ പേർക്ക് ആ അനുഭവം കിട്ടിക്കൊണ്ടേയിരിക്കണു. അപ്പോ യത് ഗോപികാനാം കുചകുങ്കുമങ്കിതം, അതും കൂടി ഇങ്ങോട്ട് ആലോചിച്ചപ്പോഴൊക്കെ അക്രൂരിന് മേലും മുഴുവൻ അങ്ങനെ രോമാഞ്ചം വരും. അങ്ങനെ തന്നെ സേവിക്കണവരെ പല 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 തരത്തിലും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ ആ പാദം ഞാൻ കാണാൻ പോണു എന്നാണ്. ദ്രക്ഷ്യാമി നൂനം സുഖപോലനാസികം. അത് കഴിഞ്ഞ് പാദം ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചപ്പോഴേക്കും പെട്ടെന്ന് മനസ്സ് മുഖത്തേക്ക് പോയി. പാദത്തിന് എന്നെ എത്ര ഭംഗിയാണെങ്കിൽ എന്തായിരിക്കും ഭഗവാന്റെ കടാക്ഷത്തിന്റെ ഭംഗി. ആ മനോഹരമായിട്ടുള്ള ലക്ഷണം തികഞ്ഞതായിട്ടുള്ള ആ സൗന്ദര്യം, കടാക്ഷം, മന്ദഹാസം, ഇതൊക്കെ ഞാൻ കാണാൻ പോണു. അപ്യദ്യ വിഷ്ണോ മനുജത്വമീയുഷോ ഭാരാവതാരായ ഭുവോ നിജച്ഛയ ലാവണ്യധാംനോ ഭവിതോപലംബനം മഹ്യം നനസ്യാൽ ഫലമഞ്ജസാദൃശ. ഞാൻ കൃതകൃത്യനാവാൻ പോണു, കൃതാർത്ഥനാവാൻ പോണു. ആ ഭഗവാന്റെ മനോഹരം സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനെ നകസ്യ കുതുകം. ഇതൊന്നും ഒരു അത്ഭുതമല്ല എന്നാ ഭട്ടതിരിപ്പാട് പറയണത്. അത്ര സൗന്ദര്യ എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടുന്ന് ഇത്ര സുന്ദരക്കുട്ടനായിട്ട് വന്നത് എന്നാണ്. ദശമത്തിന്റെ ലക്ഷണം തന്നെ അതാണ്, നിരോധം എന്നാണ്. എന്താ നിരോധം? മനസ്സിനെ നിരോധിക്കുക. എങ്ങനെ നിരോധിക്കുക? വിഷയങ്ങളിലേക്ക് പലതിലേക്കും പോണതായിട്ടുള്ള മനസ്സിനെ ഷട്ടറിട്ട് അടയ്ക്കുക എന്ന് പറയാറില്ലേ നമ്മള്? അതാണ് അതിനെ നിരോധിക്കുക. ഇനി നീ എങ്ങോട്ടും പോണ്ട, ഇനിതാ നീ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ പോലുള്ള വിഷയികളുടെ മനസ്സിനെ പിടിച്ചു വലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനെ. ശരിയായി ഗുരുവായൂരപ്പ, വളരെ നന്നായി, ഗംഭീരായി. ഇപ്പോഴേ കൃഷ്ണാവതാരം ആയുള്ളൂ എന്നാണ് ഭട്ടതിരിപ്പാട് പറയണത്. ഈക്ഷിതാഹം, അതാണ് ഭഗവാന് എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത്ര സുന്ദരമായ ആ രൂപെടുത്ത് ആ വിഷയവാസനയൊക്കെ നശിപ്പിച്ച് പരിശുദ്ധരാക്കി ഭഗവാൻ തന്നിലേക്ക് എല്ലാവരുടെ മനസ്സിനെയും ആകർഷിക്കണു. സചാവതീർണ കില സാത്വതാന്വയെ, എല്ലാവരെയും, ദേവന്മാരെയും മനുഷ്യരെയും എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കൃഷ്ണാവതാരം, ഗതിർഭർത്ത പ്രഭു സാക്ഷി ആയ ആ ഭഗവാനെ ഞാനിതാ കാണാൻ പോണു. എല്ലാവർക്കും എല്ലാമാണ് ഭഗവാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാം ശുഭസൂചനകളായിട്ട് വരണു. പക്ഷി മൃഗങ്ങളൊക്കെ കണ്ടില്ലേ, രഥത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കല്ല, ഇങ്ങനെ പ്രദക്ഷിണായിട്ട് പോവുക ചെയ്യണത്. എനിക്കെല്ലാം നല്ല ലക്ഷണമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ ഭഗവാനെ അവിടെ ചെന്ന് അങ്ങനെയുള്ള ആ അതിമനോഹരന്മാരായിട്ടുള്ള ആ ഭഗവാനെ കണ്ടാലോ, ഞാൻ ആ പാദത്തില് പ്രധാന പുംസോശ്ചരണം സ്വലബ്ധയെ ധിയാധൃതം യോഗിഭിരപ്യഹം ധ്രുവം നമസ്യാഭ്യാം ച സഖീൻ വനൗകസ.
ഭഗവാനെ ഞാൻ കാണും കാട്ടിൽ വെച്ചിട്ട് അവിടുന്ന് ആ പശുപരിപാലനം ചെയ്ത് നടക്കണത്. അപ്പൊ ഞാൻ ആ പാദത്തിൽ വീണ് നമസ്കരിക്കും. ആ ഭഗവാനെ മാത്രല്ല, ആ ഗോപാലന്മാരെയും ഞാൻ നമസ്കരിക്കും. അപ്യഘ്രിമൂലേ പതിതസ്യ മേ വിഭോ. ഞാൻ ഭഗവാന്റെ പാദത്തിൽ വീണങ്ങനെ നമസ്കരിക്കുമ്പോഴോ ശിരസ്യദാസ്യൻ നിജഹസ്ത പങ്കജം. അപ്പൊ ഭഗവാൻ ആ രണ്ട് കയ്യും എൻ്റെ തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കുകയാണ് അക്രൂരൻ. ദത്താഭയങ്കാല ഭുജംഗ രംഹസ. എങ്ങനെയുള്ളതാണ് ആ കൈകള്? മനുഷ്യരുടെ ആ ഭയം എന്നുള്ളത്, മനുഷ്യരുടെ ഏറ്റവും വലിയ ഭയം എന്താ? മരണഭയം അല്ലേ? ആ മരണഭയം ഇല്ലാതാക്കുന്നതായ ആ കൈകള് അല്ലേ എൻ്റെ ശിരസിൽ വെച്ചിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുക. ഭഗവാൻ ഒരേ സമയം പല തരത്തിലാണ് അനുഗ്രഹിക്കുന്നത്. ഭഗവാനെ ഓരോ തരത്തിലാണ് ഓരോരുത്തർ പൂജിക്കുക. അപ്പൊ ഓരോ തരത്തിലാണ് ഭഗവാനെ അനുഗ്രഹിക്കുന്നത്. ഇന്ദ്രൻ 100 യാഗം ചെയ്യുമ്പോ ഇന്ദ്രപട്ടം കൊടുക്കണു. അതുപോലെ 100 യാഗം ചെയ്തപ്പോ ബലിക്കും കിട്ടിയത് അല്ലെ. നേരെ മറിച്ച് ഗോപസ്ത്രീകൾക്കോ എന്താ ചെയ്തിരിക്കണ? ആ കരസ്പരിശം കൊണ്ട് ആ പരമസുഖത്തെ അല്ലേ ഭഗവാൻ കൊടുത്തിരിക്കണത്. അപ്പോ അതാണ് ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കും. മോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കണ ഭക്തന്മാർക്ക് മോക്ഷം കൊടുക്കും. ചിലരതല്ല, സകാമന്മാരായിരിക്കും. എനിക്ക് അത് വേണേ, ഇത് വേണേ, മറ്റത് വേണേ എന്ന് പറയണവരായിരിക്കും. അവർക്ക് ആവക ഐശ്വര്യങ്ങൾ കൊടുക്കും. പ്രേമഭക്തന്മാർക്ക് ഭഗവാൻ എന്താ കൊടുക്കുക? തന്നെ തന്നെ കൊടുക്കണു. അതല്ലേ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ കൈകളാണ് എൻ്റെ ശിരസിൽ വെച്ചിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുക. ഇതൊക്കെ വിചാരിച്ചു എന്നേ ഉള്ളൂ. നമയുപൈഷ്യത്യരി ബുദ്ധിമച്യുത. ഞാനേ കംസഭൃത്യനാ. എത്ര കംസഭൃത്യന്മാരാ അപ്പൊ അവിടെ പോയത്? അവരെയൊക്കെ ഓരോ തരത്തിൽ ശിക്ഷ കൊടുത്ത് മോക്ഷം കൊടുത്തു. ഇതേമാതിരി ഒരടി ഭഗവാന്റെ അടുത്തങ്ങോട്ട് ചെല്ലുമ്പോ കംസഭൃത്യനല്ലേന്ന് ചോദിച്ചിട്ട് അങ്ങനെ എങ്ങാനും സംഭവിക്കുവോ? ഇല്ല. യോന്തർബഹിശ്ചേതസ ഏതദീഹിതം. അങ്ങനെ അനുകൂലായിട്ടും പ്രതികൂലായിട്ടും ചിന്തിക്കുകയാണ് അക്രൂരൻ. അങ്ങനെ വരില്ല. കാരണം ഉള്ളിലും പുറത്തും ഒരേപോലെ ഇരുന്ന് എല്ലാം കാണുന്ന ആളാണ് ആ ഭഗവാൻ. തൻ്റെ മനോഹരായിട്ടുള്ള കണ്ണുകളെ കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കണു. ആ ഭഗവാൻ എന്നെ കംസന്റെ ദൂതനായിട്ട് കാണില്ല. പിന്നെ വീണ്ടും അപ്യഘ്രിമൂലേ വഹിതം കൃതാഞ്ജലിം മാമീക്ഷിതാ സസ്മിതമാർദ്രയാദൃശ. ഞാൻ പാദത്തിൽ വീണങ്ങനെ നമസ്കരിക്കുമ്പോ ഒരു കടാക്ഷം ഉണ്ടാവും. ആ പ്രേമപൂർവ്വമുള്ള ഒരു കടാക്ഷം. സപദ്യബദ്ധസ്ഥ സമസ്ത കിൽബിഷോ വോഢാമുദം വീതവിശങ്ക ഊർജിതം. അപ്പൊ എനിക്കൊരാനന്ദം ഉണ്ടാവും. ഭഗവാന്റെ ആ കൈകള് എൻ്റെ ശിരസിൽ വെച്ച് ഇങ്ങനെ അനുഗ്രഹിക്കണ സമയത്ത്. അതാണ്. അപ്പൊ എന്താ? അപ്പൊ ആ ഭഗവാന്റെ ആ സൗന്ദര്യം, ഭഗവാനെ പറ്റിയിട്ട് എന്താ സജ്ജനങ്ങൾ പറയാറുള്ളത്? സൗന്ദര്യ സീമ അല്ലേ? ഇപ്പൊ നർത്തം നമ്മൾ പറയണ കേട്ടില്ലേ? ബരിഹാപീഠം നടവരവപോ കർണയോ കർണികാരം ബിഭ്രദ്വാസ കനക കപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർവൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. ഒന്നിനോട് ഒരു ബന്ധമില്ലാണ്ട് തൻ്റെ അച്ഛന ഉണ്ണി എന്ന് വിളിച്ചിട്ടും കൂടിയും അത് കേൾക്കാനുള്ള ചെറിയൊരു ബന്ധം കൂടി ശ്രീശുകനില്ല. അത്രയും ജീവൻ മുക്തനാണ് എന്നുള്ള കഥ നമ്മൾ കേട്ടു. ആ ശ്രീശുകൻ പോലും ഈ ശ്ലോകം അങ്ങോട്ട് കേട്ടപ്പോഴേക്കുണ്ടല്ലോ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ്. അച്ഛാ, എന്നാ അച്ഛൻ ഇങ്ങനെ ഒരു ശാസ്ത്രം എഴുതിയിരിക്കണത്? അതെനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ് നമസ്കരിച്ചു എന്ന് പറയാറുണ്ട്. അതാണ് ഭഗവാന്റെ രൂപത്തിന്റെ, ഭഗവാന്റെ കഥകളുടെ ഒക്കെ ആകർഷണ ശക്തി എന്ന് പറയാണ്. സജ്ജനങ്ങൾ എന്താ പറയാ? സൗന്ദര്യസീമ, ചാപല്യസീമ, ചതുരാനന ശില്പസീമ, ചാതുര്യസീമ, ചപലാനുഭവൈകസീമ, സൗന്ദര്യസീമ, സകലാത്ഭുത കേളിസീമ, സൗഭാഗ്യസീമ, സതതം വ്രജഭാഗ്യസീമ. എല്ലാ ഗുണങ്ങളും ഭഗവാനെ പറ്റി പറയുമ്പോൾ അവിടേക്ക് വരുന്നു. അതാണ് അതിൻ്റെ ചുരുക്കം അല്ലേ? ചാപല്യസീമ, ഭഗവാന്റെ വെണ്ണയും പാലും
കക്കലും ആ വക വികൃതികളെ കൊണ്ട് എല്ലാവരുടെ മനസ്സിനെ അവിടുന്ന് ആകർഷിച്ചില്ലേ? എന്താ ഗോപസ്ത്രീകളുടെ അടുത്തൊക്കെ ഭഗവാന്റെ കളി! ഭക്തന്മാർക്ക് എത്രമാത്രം സ്വാധീനനാണ് എന്നങ്ങോട്ട് കാണിച്ചു. അവരെന്താ പറയാ? ഭഗവാൻ അടുത്ത് കൃഷ്ണൻ ഉണ്ണി അടുത്ത് വരുമ്പോഴേ കണ്ണാ ചാടിക്കളിച്ചാൽ ഒരു തവി നറുനൈ തന്നിടാം, പാടി വർണ്ണം വർണ്ണിച്ചാലുണ്ടുരിപ്പാൽ, ഒരു കുറി ഒരു കൊച്ചുമ്മയമ്മയ്ക്കു തന്നാൽ, ഉണ്ണിക്കാകണ്ഠമേകാം നറുമധു, പൊളിയല്ലെന്നു മാതാവുരച്ചാൽ, തിണ്ണം ചാടാൻ തുടങ്ങും കൊതിയുടെ നിധി ശാപ്പാട്ടുരാമൻ സഹായം എന്നാണ്. ഇപ്പൊ നമ്മള് ഭഗവാന്റെ ആ പാദത്തിന്റെ മാഹാത്മ്യം നമ്മൾ കേട്ടില്ലേ? ബ്രഹ്മശങ്കരാദികള് ഒന്ന് പൂജിക്കാൻ മോഹിക്കണോ, കിട്ടണില്ല. എവിടെയാ ചിട്ട ഭഗവാനെ എങ്ങടാ അന്വേഷിച്ച് പോവുക, മനസ്സിലാവണില്ല അവർക്ക്. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ എന്താ ഉണ്ടായിരിക്കണ? ഗോപസ്ത്രീകളുടെ മുമ്പില് കണ്ണാ ചാടിക്കളിച്ചാൽ ഒന്ന് നൃത്തം ചെയ്യൂ ഉണ്ണി, ഒരു ഡാൻസ് കളിക്കൂ, എന്താ തരിക എന്നാ അപ്പ ചോദിക്കാം. ഒരു തവി നറുനൈ തന്നിടാം, ഉണ്ണിക്ക് ഞങ്ങൾ നെയ്യ് തരാം, ഇഷ്ടം പോലെ തരാം, അപ്പൊ അത് കഴിക്കാലോ. പാടി വർണ്ണം വർണ്ണിച്ചാലുണ്ടുരിപ്പാൽ, ഒരു പാട്ട് പാടുക. അപ്പൊ വേറൊരു ഗോപശ്രീ ചോദിക്കും, ഡാൻസ് കഴിഞ്ഞ ഒരു പാട്ട് പാടുവോ കൃഷ്ണൻ? പാട്ട് പാടിയായിക്ക് എന്താ തരാ? ഉണ്ണിക്കാകണ്ഠമേകാം നറുമധു. മതിയോ 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 എന്ന് പറയണത് വരെ തേൻ തരാം. പിന്നെ എന്താ വേണ്ട? ഇങ്ങനെ ഓരോന്നും ഒരു കുറി ഒരു കൊച്ചുമ്മയമ്മയ്ക്കു തന്നാൽ, ഉണ്ണി എനിക്ക് ഒരു ഉമ്മ തരുമോ കൃഷ്ണ എന്ന് ചോദിച്ചാ അപ്പ ചോദിക്കും എന്താ തരിക? അപ്പഴാ പറയാ ആനത്തലയോളം വെണ്ണ തരാമേടാ എന്ന് പറഞ്ഞാ പിന്നെ ഉമ്മയ്ക്ക് വല്ല കുറവും വരുമോ? ഇങ്ങനെ ഗോപസ്ത്രീകളുടെ മുമ്പില് അല്ലെ, ചതുരാനന ശില്പസീമ, മാമ്പഴക്കാരിയുടെ മുമ്പില് നമ്മൾ കേട്ടില്ലേ? ചാതുര്യസീമ, പിന്നെ തൻ്റെ കളികളെ കൊണ്ട് അവരുടെ ഹൃദയം തന്നെ ഭഗവാൻ കട്ടെടുത്തില്ലേ? ചപലാനുഭവൈക സീമ, സൗന്ദര്യസീമ, സകലാത്ഭുത കേളിസീമ. ഭഗവാന്റെ കളികളുടെ അത്ഭുതങ്ങള് ആർക്കാ പറയാൻ പറ്റുക അല്ലേ? ഗോവർദ്ധനോദ്ധാരണം, ദാവാഗ്നിപാനം, അപ്പൊ അത്ഭുതങ്ങളായിട്ടുള്ള കളികൾ ആലോചിച്ച അതിനും ഒരവസാനമില്ല. സൗഭാഗ്യസീമ, എന്താ ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യം! ബ്രഹ്മശങ്കരാദികൾ, ബ്രഹ്മാവ് വന്നിട്ട് എന്താ അവസാനം ബ്രഹ്മാവിനൊന്ന് പറയാണ്ടായത്? വന്ദേ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മ സനാതനം. ഇങ്ങനെ ഭഗവാന് ഈശ്വരാധീനം ഒക്കെ പറയാറേ പതിവുള്ളൂ. ഈശ്വരൻ അധീനനാവല ആർക്കാ ഉണ്ടായിരിക്കണത്? ഈ വൃന്ദാവനവാസികൾക്കല്ലേ. വന്ദേ, ഇതാണ് ഉദ്ധവനും ഉണ്ടായത്. വന്ദേ നന്ദവ്രജസ്ത്രീണാം, ഇതാണ് ഭാഗ്യം. ഇപ്പതാ വ്രജഭാഗ്യസീമ, രാസലീലയും കൂടിയും കഴിഞ്ഞപ്പോഴോ പറയാനുണ്ടോ? ഇങ്ങനെ വിചാരിച്ച് ഒരിക്കൽ നോക്കിയപ്പോഴേ അവിടെയൊക്കെ ഭഗവാന്റെ ആ പാദ ചിഹ്നങ്ങള് കാണുന്നുണ്ട്. വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കണു. അപ്പോഴേക്കും നേരം സന്ധ്യയായി ആവാറായിരിക്കണു. ഭഗവാൻ പശു പരിപാലനം കഴിഞ്ഞ് പോയി കഴിഞ്ഞിരിക്കണു. അപ്പോഴേക്കാണ് അതങ്ങട്ട് കണ്ടപ്പോഴേക്ക് തേരുന്നാണ്, കാട്ടിലേക്കാണ് എടുത്ത് ചാടണമെന്നുള്ള ഒരു ഭാവമൊന്നുമില്ല. ഭഗവാന്റെ വജ്രം മങ്കുശം മുതലായിട്ടുള്ള ആ രേഖകൾ നിറഞ്ഞത് അവിടെ രസമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. മനസ്സിലായി, ഇതാ ഭഗവാന്റെ പാദചിഹ്നങ്ങളാണ്. വീണ അതിൽ കിടന്നങ്ങോട്ട് ഉരുളുക. പിന്നെ അക്രൂരൻ എത്ര നേരമൊന്നും അറിയില്ല. അങ്ങനെയാണ് അവിടുന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോ എണീട്ട് രഥേന ഗോകുലം പ്രാപ്ത. ആ ഗോകുലത്തിലേക്ക് എത്തിയപ്പോഴോ ഭഗവാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ദദൃശ കൃഷ്ണം രാമം ച വ്രജേ ഗോദോഹനംഗതോ. നല്ലൊരു ചിത്രാണ് അക്രൂരിനെ കാണിച്ചു കൊടുത്തത്. അമ്മ ഇരുന്ന് പശുവിനെ കറക്കുക, ഭഗവാൻ അമ്മയിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുക അത്രേ. കയ്യിലൊരു കുഞ്ഞ ഗ്ലാസ്സും ഉണ്ട്, ഒരു കുഞ്ഞ സ്വർണ്ണ ഗ്ലാസ്. പാല് കുടിക്കാനുള്ളതാ. എന്നിട്ടോ എന്തിനാത്? ചൂടുള്ള പാല്, കർണപാട ചൂടുള്ള പാല് കുടിക്കണം, അതിന് വേണ്ടിയിട്ടാ. അങ്ങനെയുള്ള ആ പാല് കുടിച്ചുകൊണ്ട് അമ്മേ ഇനി ഈ പശുവിനെ കറന്നത് മതി, ഇനി അതിൻ്റെ കുട്ടി കുടിക്കട്ടെ, ഇനി ആ പശുവിനെ കറക്കൂ. ഇടയ്ക്കിടയ്ക്ക്
അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അമ്മയെ കൊണ്ട് പറഞ്ഞ് കറപ്പിക്കുകയാണോ തോന്നും. ഇങ്ങനെ നിൽക്കണതായിട്ടുള്ള ആ ഭഗവാൻ ഒരിക്കൽ അങ്ങോട്ട് നോക്കിയപ്പോഴോ എന്താ കണ്ടത്? അക്രൂരൻ ഇങ്ങനെ മണ്ണ് കിടന്ന് ഉരുളുക. ഇതങ്ങോട്ട് കണ്ടതോടുകൂടി ആ ക്ലാസ് അവിടെ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ ഓടിച്ചെന്നു എന്നാണ്. ആ അക്രൂരൻ കണ്ട ആ ചിത്രത്തിന്റെ ഒരു ഭംഗി. നീയീതു കൺകോരാൻ കുഞ്ഞിതാ തന്നൂടെ കയ്യിൽ ചേറിയ പാൽപാത്രവുമായി പയ്യനെ ചാലേ കാറന്നിടും അമ്മതൻ മെയ്യിൻ ബാലം വശം ചേർന്നു നിൽപ്പു. ഇതാണ് അക്രൂരൻ കണ്ടങ്ങട് കാഴ്ച. അതങ്ങട് കണ്ടതോടുകൂടി അക്രൂരൻ അങ്ങനെ നോക്കി നിൽക്കുക. വേഗം അങ്ങട് ആ പൊഞ്ചിലമ്പും കിൽക്കി. അടുത്ത് ഏട്ടനും ഉണ്ട്. ഏട്ടനും അനിയനും കൂടി ആ ഭഗവാന്റെ രൂപം വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ നേരമൊക്കെ പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഞാൻ പറയണില്ല. ഓടി അങ്ങോട്ട് ചെന്ന് അക്രൂരൻ്റെ അടുത്ത് അങ്ങോട്ട് എത്തിയതോട് കൂടിയിട്ട് അക്രൂരൻ വീണങ്ങനെ നമസ്കരിച്ചു. ആ പപാത ചരണോപാന്തേ ദണ്ഡവദ് രാമകൃഷ്ണയോ സോക്രൂര സ്നേഹവിക്വല. ഒന്നും ആ ഓർമ്മയില്ല അക്രൂരന്. ഭഗവാനെ അങ്ങോട്ട് കണ്ടതോട് കൂടിയിട്ട് ആ ഭഗവാനിലെ ലയിച്ച് വീണ് നമസ്കരിച്ചു. വേഗം അവിടുന്ന് എണീപ്പിച്ചു. ചെറിയ ചാമണ്ണിയിലുരുളല്ലേ എന്ന ചെറിയ തെന്തുള്ളി ചെവികളിൽ വീഴ്ത്തി. എന്തൊക്കെയോ അക്രൂരൻ മോഹിച്ചിരുന്നു. ഞാൻ നമസ്കരിക്കും, എന്നെ പിടിച്ചെണീപ്പിക്കും. നമ്മൾ കേട്ടില്ലേ? അക്രൂരഭ ചെറിയച്ഛ എന്ന് വിളിക്കും. ഞാൻ ആ ചെറിയച്ഛനാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കും. എനിക്ക് ആ വാത്സല്യം തരും. ഇതൊക്കെയായിരുന്നു അക്രൂരന്റെ മോഹങ്ങള്. അതുപോലെ ബലരാമനും എന്നോട് സ്നേഹമായിട്ട് പെരുമാറും എന്നൊക്കെ ആയിരുന്നു. അതുപോലെ ആ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി തൻ്റെ ഗൃഹത്തിലേക്ക്. അപ്പോ നന്ദഗോപർ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അക്രൂരൻ മോഹിച്ച പോലെ അക്രൂരനെ കാല് കഴുകിപ്പിക്കുക, ആസനം കൊടുത്തിരുത്തുക. ഭക്ഷണാദികള് ഗംഭീരായിട്ടാണ്, ഷഡ്രസങ്ങളോട് കൂടിയതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വേണ്ട പോലെ അങ്ങനെയാണല്ലോ. ആ ഭാഗത്തൊക്കെ അതിഥി വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നിങ്ങനെ വീശി കൊടുക്കും. നമ്മളുടെ നാട്ടിലൊന്നും അത്രയും അതിഥി സൽക്കാരമില്ല. അപ്പൊ അതുപോലെയൊക്കെയാണ് അക്രൂരനെ ഗംഭീരായിട്ട് അങ്ങനെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞ് വിശ്രമിക്കണ സമയത്ത് ചെന്ന് വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. എന്തൊക്കെയാ മധുരയിലെ വർത്തമാനങ്ങള്? അപ്പോ അക്രൂരനോ കംസൻ പറഞ്ഞു കൊടുത്തു, വിസ്തരിച്ച് ഇന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് രാമകൃഷ്ണന്മാരെ കൊണ്ടുവരണത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പക്ഷെ അവിടെ ചെന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടാ കംസൻ പറഞ്ഞിരുന്നത്. അതൊക്കെ ആദ്യം അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും കൂടിയും പറഞ്ഞപ്പോ അക്രൂരന് സമാധാനായി. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇതൊന്നും അച്ഛനോട് പറയണ്ട, അവിടെ യാഗം. അതിന് കംസൻ മഹാരാജാവ് ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ വന്നതാണ്. ഗോരസങ്ങള്, പാല്, വെണ്ണ, തൈര്, നെയ്യ് മുതലായത് ധാരാളം അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറാവണം എന്ന് മാത്രമേ അച്ഛനോട് പറയണ്ടൂ എന്ന് പറഞ്ഞ അതിനനുസരിച്ചാണ് നന്ദഗോപരോട് പറഞ്ഞത്. നന്ദഗോപർക്ക് വളരെ സന്തോഷായി. കംസന്റെ ക്ഷണാണ്. പിന്നെ മഹാരാജാവിന്റെ നേരിട്ട്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, രാംലല്ല പിന്നെ അവിടെ പ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചവര് എന്തൊരാഹ്ലാദത്തോട് കൂടിയിട്ടാ പോയിരിക്കണത്. ഇതത്രക്കൊന്നുമില്ല. ഇതൊരു രാജാവ് ക്ഷണിച്ചു, അത്രേ ഉള്ളൂ. 4 സാമാന്യക്കാർക്ക് അതൊക്കെ വലിയ കാര്യമാണല്ലോ. യാസ്യാമശ്വോ മധുപുരിയും പെരുമ്പറ കൊട്ടി രാത്രി തന്നെ പിന്നെ നന്ദഗോപര് അവിടെ മുഴുവൻ അങ്ങനെ അറിയിച്ചു. രാവിലെ രാമകൃഷ്ണന്മാര് ഗോപന്മാരോട് കൂടിയിട്ട് മധുരയിലേക്ക് പോവുകയാണ്. ആ ഗോപന്മാരുടെ കയ്യില് ഉള്ളിടത്തോളം ഗോരസങ്ങള് എത്തിക്കണം മധുരയില്, കംസരാജാവിന്റെ കൽപ്പനയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അതങ്ങനെ കേട്ട സമയത്ത് എന്താ പറയാ ഗോപസ്ത്രീകളുടെ ഒരവസ്ഥ. സ്മരന്ത്യശ്ചാപരാശൗരേ അനുരാഗസ്മേതേരിതാഹ ഹൃദിസ്പൃശ്ചിത്രപദ ഗിരസമ്മുമുഹുസ്ത്രീയ. അവരുടെ ഉത്സവം കഴിഞ്ഞു. വൃഷാവതാരം ആ ഉത്സവം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു അവർ ഇത്ര കൊല്ലം. 11 ചില്ലാനും തിരുവയസ്സാണ് ഭഗവാന് എന്നാ പറയാറ്. അപ്പോൾ അത്രയും കാലം ഇവിടെ ഉത്സവമായിരുന്നു. ഇനിയിപ്പോൾ ഇതാ മധുരയിലായി ഈ ഉത്സവം. ഗോപസ്ത്രീകൾ പറയാണ് ഇവിടെ ആറാട്ട് കഴിഞ്ഞു, കൊടിയിറങ്ങി, ഇനി ഇതാ അവിടെ കൊടി കയറാൻ പോണു. അവർക്ക് പിന്നെ അവരുടെ ആ വിലാപാണ് അവിടെ വെച്ചിട്ട്. നമ്മള്
എന്തിനാ ഈ ബ്രഹ്മാവ് നമ്മളുടെയൊക്കെ തലയിൽ ഇങ്ങനെ എഴുതിയിരിക്കണത്? ഇത്ര മനോഹരനായിട്ടുള്ള ഭഗവാനെ നമ്മളോടുകൂടി ചേർത്ത് പിന്നെ നമ്മളെ അങ്ങോട്ട് പിരിക്കുക. അങ്ങനെ ബ്രഹ്മാവ് എന്തിനു നമ്മളുടെ തലയിൽ എഴുതി? ക്രൂരസ്ത്വം. അക്രൂരൻ എന്നല്ല അയാളുടെ പേര്. ഒന്നുകിൽ ക്രൂരൻ എന്ന് പറയണം, അല്ലെങ്കിൽ അതിക്രൂരൻ എന്ന് പറയണം. എന്തിനാ നമ്മളുടെ കൃഷ്ണമണി പോലെ സ്നേഹിക്കണ കൃഷ്ണനെ നമ്മളുടെ അടുത്തുനിന്ന് കൊണ്ടുപോണത്? നമ്മളുടെ കണ്ണ് ചൂഴ്ന്നു പോണ പോലെയാണല്ലോ എന്നൊക്കെ അവര് വളരെ ദുഃഖം കാണിക്കുകയാണ്. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ആശ്രയിച്ചിട്ട് അങ്ങനെയുള്ള നമ്മളെ ഉപേക്ഷിച്ച് കൃഷ്ണൻ പോവോ? നമ്മൾക്ക് കൃഷ്ണനെ തടയണം എന്നായി. പിന്നെ എന്താ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞയക്കല്ലേ, വയസ്സായവരൊക്കെ കൃഷ്ണൻ രാമനും കുട്ടികളാ, തിരക്കിലേക്കൊന്നും പോണ്ട എന്ന് പറയണില്ലല്ലോ. അപ്പൊ നമുക്ക് തടയാൻ പറ്റുമോ എന്നൊക്കെ ചിലവര്. അപ്പൊ അങ്ങനെ പലതും കണ്ടില്ലേ? അപ്പോഴേക്കും നേരം പ്രകാശമായി. ഭഗവാനെ ആ കുളി ഒക്കെ കഴിഞ്ഞ് എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണ പാലിവ നൽകിയും കണ്ണനെ പോറ്റിയ ആ അമ്മ ഉണ്ണിയെ മിടുക്കനായിട്ട് അലങ്കരിച്ച് തേരിൽ കയറ്റി അങ്ങനെ ഇരുത്തി പിടിച്ചേ കയറാൻ പറ്റുള്ളൂ. അത്ര ചെറിയ ഉണ്ണിയാണ് ഭഗവാനെ. ആ കഴിക്കാനുള്ള ഗോരസങ്ങളൊക്കെ തൈര് കൂട്ടിയ ഉരുള അതും ഒക്കെ എടുത്ത് തേരിൽ അങ്ങനെ വെച്ച അക്രൂര ശ്രദ്ധിക്കണേ. പട്ടണത്തിലെ തിരക്കിൽ പോയിട്ട് കുട്ടികൾക്ക് ശീലമില്ല, പലതരം അപകടങ്ങളൊക്കെ വരാലോ, അതൊന്നും ഉണ്ടാവരുതേ, ശ്രദ്ധിക്കണേ എന്നൊക്കെ അക്രൂരനോടങ്ങനെ പറഞ്ഞപ്പോഴാണ് ഹൃദയം അങ്ങനെ കിട്ടുകിട്ട വിറച്ചു. താൻ ഭാഗ്യവാനാണ് എന്ന് വിചാരിച്ചിരുന്നു. അല്ല, താൻ മഹാപാപിയാണ്. ഇത്രയും സ്നേഹിക്കണ ഹൃദയങ്ങളുടെ ഇടയെന്ന് ഈ കൃഷ്ണനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഭാവമായി അക്രൂരന്. ഭഗവാൻ എന്താ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞ് അമ്മ എടുത്തിങ്ങനെ പാവം അറിഞ്ഞിട്ടില്ല യശോദ വരില്ലെന്നേ. അപ്പൊ അമ്മയുടെ കയ്യില് ആ ഉടക്കുഴല് അങ്ങനെ കൊടുത്തു. അമ്മേ സൂക്ഷിച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാനോ അക്രൂരനോട് പറഞ്ഞു, അക്രൂരപ്പ തേരും വളരെ വേഗം സ്പീഡിൽ വിട്ടോളൂ. ഇവരുടെയൊക്കെ കണ്ണീര് കണ്ടാൽ കൃഷ്ണൻ മധുരയിൽ വരിക ഉണ്ടാവില്ല എന്നങ്ങനെ പറഞ്ഞ് വളരെ സ്പീഡിൽ തേര് വിട്ട് അപ്പ ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. എന്താ അത്? അവർക്കൊന്നേ പറയാനുള്ളൂ, ഗോവിന്ദ ദാമോദര മാധവേദി, ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ള അവരുടെ ആ ശബ്ദം. അതിലൊക്കെ എത്ര 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 അർത്ഥങ്ങളാ. കാരുണ്യമൂർത്തിയായിട്ടുള്ള അവിടുന്ന് എങ്ങനെ ഞങ്ങളെ വിട്ടു പോവും? ഭഗവാൻ ഒരു ഗോപനെ പറഞ്ഞയച്ചു, വരും, ഉത്സവം കഴിഞ്ഞാൽ വരും എന്ന്. ശരി, ആ ഭഗവാനെ അങ്ങോട്ട് കാണാണ്ടായതോടുകൂടി ഗോപസ്ത്രീകൾ അവിടെ അങ്ങോട്ട് വീണ് പലവരും അതോടുകൂടി ശരീരം ഉപേക്ഷിച്ചു. പിന്നെയും ചിലവര് ജീവിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അതോ ഭഗവാന്റെ കണ്ണെഴുതുവാൻ കണ്ണാടി നോക്കിലും കണ്ണനു വശമില്ലൊരു തെല്ലുമേ, ഗോപിമാരിലാരുണ്ടങ്ങു കഷ്ടമേ, ഗോപി നന്നായി തൊടിക്കുവാൻ നെറ്റിയിൽ. ഇതാണ് അവരുടെ വാത്സല്യം. കൃഷ്ണമെന്ന വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഗോപസ്ത്രീകൾ വേണ്ടേ? അതിനു വേണ്ടി അവര് ജീവിച്ചു. അപ്പോ അക്രൂരൻ വിചാരിച്ചു ഇത്ര മഹാപാപം ചെയ്യാൻ വയ്യ. അപ്പോ ഇവിടുന്ന് സൂത്രത്തിൽ അങ്ങോട്ട് നമ്മൾ പറയാറില്ലേ, അങ്ങോട്ട് മുങ്ങുക എന്ന് പറയാറില്ലേ, ആ പിന്നെ ശരിക്കും അക്ഷരാർത്ഥത്തില് കാളിന്തിയിൽ അങ്ങോട്ട് മുങ്ങാം, എന്നിട്ട് എവിടെയോ ചെന്ന് പൊങ്ങാം, ഭഗവാൻ തിരിച്ചു പൊക്കോളും. അക്രൂരൻ മുങ്ങിയപ്പോഴോ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തിരിക്കണു അക്രൂരന്. 5 മണി കഴിഞ്ഞു. അപ്പോ ഓരോരുത്തർക്കും ഇങ്ങനെ മനോഹരം എന്നല്ലേ നമ്മൾക്ക് ചില വാക്കുകളെ നമുക്ക് പറയാനുള്ളൂ. അതൊന്നും ഭഗവാനെ പറ്റി പറയണതാവില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ മധുരം 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 മധുരാധിപതേ അഖിലം മധുരം, അങ്ങനെയുള്ള കഥകള്, ആ രൂപം, അതൊക്കെ നമുക്കും വേണ്ട പോലെ തന്ന് ശ്രീ ഗുരുവായൂരപ്പൻ. ഈ ഗുരുവായൂരപ്പൻ നമ്മളുടെ അടുത്ത് ശോഭിക്കുന്നതായിട്ടുള്ള ഈ മുടക്കുഴ കൃഷ്ണൻ നമ്മളെ വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ വാക്കുകള് 2 കയ്യിലും ഉരുണ്ട വെണ്ണയും, കയ്യിൽ വെണ്ണയും പിടിച്ചിരിക്കണതായിട്ടുള്ള ആ കണ്ണന്റെ കയ്യില്
കദളിപ്പഴമായിട്ടും വെണ്ണയായിട്ടും ഒക്കെ നമ്മളുടെ വാക്കുകൾ സമർപ്പിച്ച് ആ പാതാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട്